ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് എല്ലാം വരിക എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പലരും ഇത്തരത്തിൽ എന്താണ് വാട്സപ്പിൽ വരുന്ന പുതിയ അപ്ഡേറ്റ് എന്നെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ ഇപ്പോൾ വരുന്ന കുറച്ച് അപ്ഡേറ്റ്സുകളെ കുറിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വാട്സപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് എല്ലാം അയക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മെസ്സേജ് എല്ലാം പിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഒട്ടുമിക്ക പേർക്കും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ചാറ്റ് മെസ്സേജ് എല്ലാം എടുത്ത് അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പിൻ മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് മെസ്സേജ് പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് പലർക്കുമുള്ള ഒരു ആഗ്രഹമാണ് വാട്സപ്പിൽ നമ്മുടെ സ്റ്റാറ്റസിൽ HD സ്റ്റാറ്റസ് എല്ലാം വയ്ക്കണമെന്ന്. അതിനാൽ തന്നെ പലരും പല ട്രിക്സ് എല്ലാം യൂസ് ചെയ്താണ് ഇത്തരത്തിൽ അവരുടെ സ്റ്റാറ്റസിൽ ഹൈ ക്വാളിറ്റി പിക്ചർ അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം വയ്ക്കാറ്. എന്നാൽ ഇനി നിങ്ങൾക്ക് അധികം താമസിയാതെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ പുതിയൊരു ഫീച്ചർ എല്ലാം ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് HD ക്ലാരിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്റ്റാറ്റസ് കാണുന്നവർക്ക് വളരെ നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ ഇതെല്ലാം കാണാനും സാധിക്കും. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് വാട്സപ്പിൽ കാണാം. ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ വാട്സപ്പ് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമുമായി കണക്ട് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇപ്രകാരം ഇത് ഇൻസ്റ്റാഗ്രാമുമായി കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രയോജനം എന്ത് എന്നെല്ലാം നോക്കാം. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാം ID എല്ലാം കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം IDയിലേക്ക് കൂടി ഷെയറായി കിട്ടും. അതായത് അവിടെയും സ്റ്റാറ്റസായി നിങ്ങൾക്ക് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിനോട് കൂടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കൂടി കണക്ട് ചെയ്യേണ്ടതായി വരും. ഇപ്രകാരം നിങ്ങൾക്ക് അധികം താമസിയാതെ ഈ ഫീച്ചർ കൂടി വാട്സപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇങ്ങനെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ, അതോ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വാട്സപ്പിൽ വരുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, വാട്സപ്പിൽ നിങ്ങൾക്കൊരു ചാനലെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ചാനലിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മറ്റൊരാളെ കൂടി അഡ്മിനാക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും എല്ലാം അഡ്മിനായി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം സാധിക്കും. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻവൈറ്റ് അഡ്മിൻ എന്ന പുതിയ ഒരു ഓപ്ഷനാണ് ലഭിക്കുക. അപ്പോൾ ഇപ്രകാരം ഇവിടെ ഇൻവൈറ്റ് അഡ്മിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്രകാരം അഡ്മിനായി എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും പുതുതായി വാട്സപ്പ് കൊണ്ടുവരുന്ന പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. എന്താണ് നിങ്ങൾക്ക് ഈ പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്